സംസ്ഥാനത്തെ CPM അടിമുടി പ്രതിരോധത്തിലാണ്. ഡിവൈഎഫ്ഐക്കും SFIക്കും നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. പോലീസ് ജീപ്പ് തകർത്ത കേസിൽ കാപ്പ ചുമത്തി ഡിവൈഎഫ്ഐ നേതാവിനെ നാടുകടത്തിയ വാർത്ത ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണം ദുരൂഹമായി ഒന്നാം പ്രതിയുടെ ആത്മഹത്യ, മരണത്തിന് ഉത്തരവാദി SFI എന്ന ഗുരുതര ആരോപണവുമായി ABVP വന്നതും ചർച്ചയായിരിക്കുകയാണ്. തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തല്ലിത്തകർത്തതുൾപ്പെടെ 8 കേസുകളിൽ പ്രതിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെ DIG S അജിത ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി പോലീസ് നാടുകടത്തി. 6 മാസത്തേക്കാണ് നാടുകടത്തൽ. കഴിഞ്ഞ ഡിസംബർ 22-നാണ് ചാലക്കുടി ഗവൺമെന്റ് ITക്ക് മുന്നിൽ ഇയാൾ പോലീസ് ജീപ്പിന്റെ മുകളിൽ മറ്റു പ്രവർത്തകർക്കൊപ്പം കയറി നിന്ന് അക്രമം കാണിച്ചത്. സംഭവ ദിവസം തന്നെ നിതിനെ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബലമായി മോചിപ്പിച്ചു. ഒളിവിൽ പോയ ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. 54 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ശേഷമാണ് ജാമ്യം ലഭിച്ചത്. 2012-ൽ നടന്ന വധശ്രമം ഉൾപ്പെടെ മറ്റ് കേസുകളിലും നിതിൻ പ്രതിയാണ്. ഒരെണ്ണം ഒഴികെയെല്ലാം രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളാണ്. ഇതിനിടയിലാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് അറസ്റ്റിലായ വിധികർത്താവിനെ കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കേസിലെ ഒന്നാം പ്രതിയും മാർഗംകളി മത്സരത്തിലെ വിധികർത്താവിനെയുമാണ് കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തു. താൻ നിരപരാധിയാണ്, ഇതുവരെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല, അർഹതപ്പെട്ടതിന് മാത്രമാണ് കൊടുത്തത്, തന്റെ അമ്മയ്ക്കും അറിയാൻ തെറ്റ് ചെയ്യില്ലെന്ന്, ഇതിന് പിന്നിൽ കളിച്ചവരെയെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ വിധികർത്താവ് കുറിച്ചത്. വിധികർത്താവിന്റെ മരണത്തിന് ഉത്തരവാദി SFI ആണെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. ഒരു കലോത്സവത്തിന്റെ നടത്തിപ്പ് ഏറ്റവും ദുർഗതിയിലാക്കിക്കൊണ്ട് ഒരു കലോത്സവത്തെ കോഴയിൽ മുക്കി കലാപത്തിന്റെ ഗതിയിൽ എത്തിച്ച സംഘാടകരാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ നയിക്കുന്ന SFI എന്നും ഇവരാണ് ഈ മരണത്തിന്റെ ഉത്തരവാദിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. മരണമണി മുഴക്കുന്നവരാണ് SFI. കലോത്സവത്തെ കലാപ ഉത്സവവും കോഴയുത്സവവുമാക്കി മാറ്റിയത് SFI ആണ്. വിധികർത്താവ് മരണപ്പെട്ടത് പോലീസിന്റെ അനാസ്ഥ കൂടിയാണെന്നും ABVP ആരോപിച്ചു. ഒന്നാം പ്രതിയായ വിധികർത്താവ് മരിച്ചതോടെ ദുരൂഹത ബാക്കിയാക്കുകയാണ്. SFI നേതൃത്വത്തിലുള്ള യൂണിയനെതിരെ ആരോപണം കടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിധികർത്താവ് ഉൾപ്പെടെ 3 പ്രതികളുടെ മൊഴിയെടുക്കാൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് വിധികർത്താവിന്റെ ആത്മഹത്യ. CPMനും SFIക്കും DYFIക്കും വീണ്ടും ചോദ്യങ്ങൾ. ഷാജിയുടെ മരണത്തിന് കാരണക്കാർ SFI എന്നും അധ്യാപകനെ തല്ലിയെന്നും ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുകയാണ്. വീട് സന്ദർശിച്ച K സുധാകരൻ രംഗത്ത് വന്നതോടെ CPMന് വീണ്ടും ചോദ്യങ്ങൾ. ABVPയും SFIക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം ഉയർന്നതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത കണ്ണൂർ സ്വദേശി PN ഷാജിയുടെ മരണത്തിന് കാരണക്കാർ SFI ആണെന്ന KPCC പ്രസിഡന്റും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ. SFI ആവശ്യപ്പെട്ട ആളുകൾക്ക് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നൽകാത്തതിന് അവർ ഉണ്ടാക്കിയ പരാതിയാണ് ഷാജിയുടെ മരണത്തിന് കാരണം. അധ്യാപകനെ അവർ തല്ലിയെന്നും സുധാകരൻ ആരോപിച്ചു. ഷാജിയുടെ കണ്ണൂരിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് സുധാകരന്റെ ആരോപണം. ഈ പാവം മനുഷ്യന്റെ മരണത്തിന് ഉത്തരവാദി SFI ആണ്. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ അവർ പറഞ്ഞ ആളുകൾക്ക് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അത് നിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന അധ്യാപകരെ വിളിച്ചു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിഷ്പക്ഷമായി പെരുമാറുന്നയാളാണ് ഷാജി എന്നും അവരും പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ പരാതി SFIക്കാർ ഉണ്ടാക്കിയതാണ്. ഇദ്ദേഹത്തെ തല്ലിയെന്നാണ് പറഞ്ഞത്. മാർഗംകളി മത്സരത്തിന് ഇതുപോലെ ചൂണ്ടിക്കാട്ടുന്നവർക്ക് 1ാം സ്ഥാനം നൽകണമെന്ന് പറഞ്ഞപ്പോൾ സംസ്കാരമുള്ള അധ്യാപകൻ അങ്ങനെ ചെയ്യുമോ? തറവാടത്തമുള്ളവർ ചെയ്യുമോ? പക്ഷേ SFIക്ക് അത് കിട്ടണമെന്ന നിർബന്ധമാണെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി.